ആളുകൾക്ക്, ആ നിവാസികൾക്ക് മക്കം ഫതഹിന് 10,000-കണക്കിന് സഹാബത്തുമായി മക്കയിലേക്ക് എത്തിയ സമയത്തും ആ വിജയം കൈവരിച്ച ആ സമയത്തും എല്ലാവരും വീട്ടിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇനി ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ആ മക്ക നിവാസികളായ ആളുകളെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കാം, നിങ്ങൾക്കും ഇവിടെ സമാധാനമുണ്ട്. ഞങ്ങൾ ആക്രമിച്ചവരെ തിരിച്ചാക്രമിക്കുക എന്നതല്ല ഞങ്ങളുടെ ശൈലി. ഇസ്ലാം അത് സമാധാനത്തിന്റെ മതമാണ്, അത് ശാന്തിയുടെ മതമാണ്. ഇവിടെ ഒരിക്കലും അക്രമം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇവിടെ ഒരിക്കലും ഞങ്ങൾ അനാചാരം പ്രകടിപ്പിക്കുന്നില്ല. ഒരാളെയും ആക്രമിക്കാനോ അവരുടെ ചോര ചിന്താനോ ഞങ്ങൾ ഇവിടെ കൽപ്പിക്കുന്നില്ല. ഓരോരുത്തരുടെയും രക്തത്തിന് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ച, മനുഷ്യ രക്തത്തിന് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ച ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കള്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ എന്നുള്ളത് ആ പ്രവാചകരുടെ പാത പിൻപറ്റുന്നവരാണ്. ആ ആലിമീങ്ങൾ നയിക്കുന്നതാണ് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമാ. ആലിമീങ്ങളാണ് കേരള മുസ്ലിം ജമാഅത്തിന് വഴികാട്ടുന്നത്. ആലിമീങ്ങളാണ് എസ്വൈഎസിനും എസ്എസ്എഫിനും വഴികാട്ടുന്നവർ. അവർ ഏത് ദിശയാണോ നിർണയിക്കുന്നത് അതിലൂടെയാണ് കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ മുസ്ലിം ജമാഅത്ത് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് സഹാബത്തിന്റെ പാതയാണ്, താബിഈകളുടെ അയിമ്മത്തിന്റെ പാതയാണ്, പൂർവികരായ ആളുകളുടെ പാതയാണ്. എന്തുകൊണ്ടാണ് ഇവിടെയാണ് കേരളം, എന്തുകൊണ്ടാണ് സുന്നത്ത് മഹത്തായ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമാ പ്രസ്ഥാനം നിലവിൽ വരാനുണ്ടായ കാരണം എന്താണ്? ചില ചിത്രശക്തികൾ ഇസ്ലാമിനെ വേണ്ടാത്ത രൂപത്തിൽ കോലം കെട്ടാൻ ശ്രമിച്ചപ്പോൾ വികല ആശയങ്ങൾ കുത്തിക്കയറ്റിക്കൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ അനാചാരങ്ങൾ പ്രവർത്തിക്കാൻ